ഇരുന്നപ്പോ ഇവിടെയൊക്കെ ഇങ്ങനെ കാണാമോടി കണ്ട അങ്ങനെയൊക്കെ ചൊറിച്ചിലുണ്ടാവുന്നു. ചൊറിയണ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ വയ്യ. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയൊക്കെ ഉണ്ട്, തടുപ്പുണ്ട് ചെറുതായിട്ട്. ഓ പിന്നെ ഞാൻ അവൻ്റെ കണ്ണിൻ്റെ താഴെ ഒരു ചെറിയ മുടി തൊഴിച്ചിലിനൊരു ഓയിൽമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നല്ലോ ഡോക്ടർ. ആ ഓയിൽമെൻറ്റൊക്കെ അവൻ ചൊറിയണ ഭാഗത്തൊക്കെ ഇട്ട് കൊടുത്ത്. ഇന്ന് പിന്നെ അധികം ചൊറിച്ചിലില്ലെങ്കിൽ ഞാനത് ആശുപത്രി കൊണ്ടുപോകാൻ പോകണം. എനിക്കൊരു മനസ്സമാധാനവും ഇല്ല. ദിൽഷ പറഞ്ഞത് കേട്ടാണ് ഞാൻ പേടിച്ചു പോയത്. ഇപ്പം എന്തോ ഈ ചെള്ളു പനിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ, അതുകൊണ്ട് എനിക്കൊരു പേടി. ഇന്നിപ്പോൾ അവന് കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ ഓയിൽമെൻറ്റൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ, ചൊറിയണ ഭാഗത്തൊക്കെ. എങ്കിലും അറിയാമെന്നുള്ളവരൊന്ന് പറഞ്ഞു തരണേ. ചെറിയ കൊതുക് കടിച്ചതുപോലെ ഇങ്ങനെ പിരിപിരാന്ന് കിടപ്പുണ്ട്. അവിടെയാണ് ഇങ്ങനെ അലക്ഷ്യമായിട്ടിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനും അറിഞ്ഞില്ല, ഇപ്പം 2 ദിവസമേ ആയുള്ളൂ. ഞാനൊരു വീഡിയോ എടുത്തപ്പോൾ അവൻ കളിച്ചുകൊണ്ടിരുന്നവൻ ഇങ്ങനെ പെട്ടെന്ന് ചൊറിഞ്ഞു. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു തമാശയ്ക്ക്. അപ്പോഴും ഞാൻ കരുതിയ ഒരു തമാശയാണ്. ഇത്രയും ടൈം അവൻ അങ്ങനെ ചൊറിഞ്ഞിട്ടുമില്ല. അപ്പം ഞാൻ അതൊരു തമാശയായിട്ടാണ് ആദ്യം കരുതിയത്. പിന്നെ പിറ്റേ ദിവസം 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെയും മെനഞ്ഞാന്ന് ഞാൻ ഇവൻ്റെ ശരീരഭാഗങ്ങളെല്ലാം തപ്പിക്കൊണ്ടിരിക്കുകയാണ്, എവിടെയെങ്കിലും ഉണ്ടോന്നേൽ. അങ്ങനെ ഇവിടെ ഒരിടത്ത് കണ്ട്, കാലിൽ കണ്ട്, ഇവിടെ ഇങ്ങനെ തടവുമ്പം ചെറുതായിട്ടുണ്ട്. ഇവിടെ 2-3 എണ്ണം ഉണ്ട്. ഇങ്ങനെ മണിക്കൂറോളം തപ്പി തടഞ്ഞാണ് കണ്ടുപിടിച്ചത്. ഇവൻ്റെ മുടിയുടെ ഇടയെന്നേ അറിയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇനി എന്തായാലും ആശുപത്രി കൊണ്ടുപോകും. പിന്നെ അറിയാമെന്നുള്ളവരൊന്ന് പറഞ്ഞു തരണേ. എനിക്കാണെങ്കിൽ രാവിലെ എനിക്ക് സത്യം പറഞ്ഞ് ഒരു ജോലിയും ചെയ്യാൻ തോന്നുന്നില്ല. പിന്നെ ഇപ്പം എവനെയും കൊണ്ട് എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോകുമെന്നും അറിഞ്ഞുകൂടാ. എവന് കൊണ്ടുവന്ന് ഡോക്ടറിന് സംഭവം കാണിച്ചു കൊടുത്ത് ഇവന് ഇഞ്ചക്ഷൻ എന്തെങ്കിലും എടുക്കാറുണ്ടെങ്കിലേ പ്രതിരോധമാണ്, അതുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഇവ ഇല്ലാതെ പറ്റിയില്ല എനിക്ക് ഒറ്റയ്ക്ക്. അപ്പോൾ എങ്ങനെ ഞാൻ കൊണ്ടുപോകുമെന്ന് ആലോചിക്കുകയാണ്. എന്തായാലും പോയല്ലേ പറ്റൂ. അപ്പം ഞാനും അവനും കൂടി ഒരു 10 മണിയായിപ്പം. അപ്പം 10:30-ക്കകത്ത് പോകാമെന്ന് കരുതണം. കാരണം ഡോക്ടർ 10 മണി കഴിഞ്ഞിട്ടല്ലേ വരത്തുള്ളൂ. അതുകൊണ്ട് എന്നിട്ട് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ വേറെ പ്രൈവറ്റ് ആശുപത്രിയിലായാലും പോയി കാണിക്കാം. ഇപ്പം തൽക്കാലം ഇവിടെ കൊണ്ടുവന്ന് നോക്കട്ടെ.